പത്തനംതിട്ടയിലെ നന്നുവക്കാട് പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. റോഡിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥിരമായി പൊട്ടി വെള്ളം ശക്തിയിൽ പുറത്തേക്ക് തെറിക്കുന്നതാണ് അവരുടെ ആശങ്കയ്ക്ക് കാരണം. വെള്ളത്തോടൊപ്പം കല്ലും മണ്ണും തെറിച്ച് റോഡരികിൽ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്ക് കേടുപാട് പറ്റുന്നതും സാധാരണയാണ്. പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉള്ളപ്പോഴാണ് ഒരു പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. ഈ ദൃശ്യം കണ്ടാൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് വലിയ മഴ പെയ്തു എന്ന് തോന്നും. എന്നാൽ മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭാ മേഖലയിലെ നന്നുവക്കാട് എന്ന സ്ഥലത്താണ്. ഇവിടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ വെള്ളം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒലിച്ചുപോയ വെള്ളമാണ്. ഇത് തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയാണ്. ആ പാതയുടെ ഒരു ഭാഗത്ത് നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഈ പൈപ്പ് പൊട്ടിയ ഇടമാണ്. ഒരു വലിയ ഗർത്തം നമുക്കവിടെ കാണാൻ കഴിയും. വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ജനപ്രതിനിധി കൂടി നമ്മോടൊപ്പമുണ്ട്. മാഡം, ഇവിടെ എത്രമാത്രം ജലക്ഷാമമുണ്ട്? ഇവിടെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. ഇവിടെ ഉയർന്ന പ്രദേശമാണ്. ഈ താഴെ കൂടെ വെള്ളം പോയ ഒരു തുള്ളി വെള്ളം ഒരു വീട്ടിലും കിട്ടുന്നില്ല. ഇവിടെ അടുത്തുള്ള വീടുകളിലൊന്നും ശുദ്ധജലം, ഈവൻ എൻ്റെ വീട്ടിൽ വെള്ളം വന്നിട്ട് 1 വർഷമായി. ഈ PWDയും വാട്ടർ അതോറിറ്റിയും കൂടെ കാണിക്കുന്ന അനാസ്ഥയാണ് ഇതിന് മെയിനായിട്ടുള്ള കാരണം. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും ഈ വെള്ളം നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ എത്തേണ്ട വെള്ളമാണ്? തീർച്ചയായും. ഞങ്ങളും പൈപ്പ് ലൈനാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വെള്ളം വീട്ടിൽ വരുന്നില്ല. കഴിഞ്ഞ സൺഡേയിൽ പൊട്ടിയതാണ് ഈ പൈപ്പ്. ഇവിടെ 2 പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇവര് ഫുൾ പ്രഷറിൽ പൈപ്പ് വാൽവ് തുറന്നു വിടുന്നു. ആ പ്രഷർ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എന്നും നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈപ്പ് ലൈൻ മാറേണ്ട സമയം എന്നേ കഴിഞ്ഞു. ആർക്കും നടക്കാൻ പറ്റുന്നില്ല. ഒരു വാഹനങ്ങൾ പോകാൻ പറ്റുന്നില്ല. ഇവിടെ നിൽക്കുന്നവരെല്ലാം മണ്ടയിലാണ് വെള്ളം തെറിക്കുന്നത്. ഈ വാഹനങ്ങളിലൊക്കെ കല്ലടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം നഷ്ടങ്ങളുണ്ടാവുക? നമ്മളത് ആരോട് പറയാനാ? ഇവിടെ ഇങ്ങനെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് കൊണ്ട് വളരെയധികം നിരാശയിലാണ് ജനങ്ങൾ. കാരണം രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയാണ് ഈ നന്നുവക്കാട്. വീടുകളിലെല്ലാം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈനാണ് ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം നഷ്ടപ്പെടുമ്പോൾ അത് കാണുമ്പോൾ തങ്ങളുടെ വീട്ടിലേക്ക് എത്തേണ്ട വെള്ളമാണല്ലോ ഇങ്ങനെ നഷ്ടപ്പെടുന്നത് എന്ന ചിന്തയാണ് ജനങ്ങൾക്ക് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ആജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.